ഇനി ഈ ഒരു ഹിസ്ബുത്ത് തഹ്രീർ ഇതിനെ ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ തവണയൊന്നുമല്ല ഇത് ശ്രമിക്കുന്നത്. ഇതിന് മുന്നേയും നടന്നിട്ടുണ്ട്. ഇത് തടയാൻ, ഇതിനെ ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് 2005 ടോണി ബ്ലെയർ ആണ് അതിനുവേണ്ടി ശ്രമിച്ചത്. അത് ജൂലൈ 7 നടന്ന ലണ്ടൻ അറ്റാക്സ് ആ ഒരു സംഭവത്തിനെ തുടർന്ന് അതിൻ്റെ പിന്നിലും ഒരു ചെറിയ ഒരു പതിപ്പ് അല്ലെങ്കിൽ ഒരു കയ്യൊപ്പ് ഈ പറയുന്ന ഹിസ്ബുത്ത് തഹ്രീറിനുണ്ട് എന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ ബാൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അന്ന് നടന്നില്ല. കാരണം ഇവർ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ജാക്കിർ നായിക്കിനെ നമ്മൾ ഇവിടെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ജാക്കിർ നായിക്ക് നേരെ ഹിജറ പോയി. അമ്മാവൻ അവിടെ നമ്മളുടെ മലേഷ്യയിലാണെന്നാണ് കേട്ടത്. ഇപ്പോൾ അവിടെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഇവർ പറഞ്ഞത്, എവിടെയാണ് ജാക്കിർ നായിക്ക് ഇതുപോലെ ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തൂ എന്ന് ആഹ്വാനം ചെയ്തത്? അതിനെവിടെ തെളിവ് എന്നാണ് നമ്മളുടെ പാവം പിടിച്ച കാക്കാമാർ ജിഹാദികൾ ചോദിക്കാറുള്ളത്. അതേപോലെ ഇപ്പോൾ മഅ്ദനിയെക്കുറിച്ച് പറയും. മഅ്ദനി എവിടെയാണ് ഈ കോയമ്പത്തൂർ സ്ഫോടനത്തിന് ഓപ്പണായിട്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞത് എന്നാണ് ചോദിക്കുക. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ആയാലും ഈ തരത്തിലുള്ള വ്യക്തികളായാലും തീവ്രവാദം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളായാലും ഇവരുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡോഗ് വിസിലിംഗ് എന്ന് പറയുന്ന രീതിയാണ്. എന്താണ് ഡോഗ് വിസിലിംഗ്? ഡോഗ് വിസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോഗ് വിസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ആ വിസിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ, ആ വിസിൽ ഊതിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറപ്പെടുവിക്കുന്ന ആ ശബ്ദ തരംഗം എന്ന് പറയുന്നത് മനുഷ്യന് കേൾക്കാൻ കഴിയില്ല. അത് നമുക്ക് കേൾക്കാൻ കഴിയുന്ന 20,000 ഹെർട്സിൻ്റെ ആ ഫ്രീക്വൻസി ലെവലിൻ്റെ മുകളിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് കേൾക്കാൻ കഴിയില്ല. പക്ഷേ പട്ടികൾക്ക് നന്നായിട്ട് കേൾക്കാം. അപ്പോൾ അത് വിളിച്ചു കഴിഞ്ഞാൽ പട്ടികൾ ഓടി വരും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇത്തരം വ്യക്തികൾ മഅ്ദനിയായാലും, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്ത് എനിക്കെതിരെ ഒരു വധഭീഷണി ഇതുപോലെ ഒരു ഡോഗ് വിസിലിംഗ് നടത്തുന്ന ഒരു നവാസ് മന്നാനി എന്ന് പറയുന്ന ഒരാളെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നു. ഇതുപോലെ ജാക്കിർ നായിക്ക് ആയാലും ഏത് തരം വ്യക്തികളും ആയാലും, പ്രത്യേകിച്ച് ഈ ഹിസ്ബുത്ത് തഹ്രീറിൻ്റെ ഒരു സ്വഭാവം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ തഖിയയിലൂടെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവരുടെ മുഖങ്ങൾ എന്ന് പറയുന്നത് വലിയ വലിയ വ്യക്തികൾ, വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, വലിയ പൊസിഷൻസ് ആയിട്ടുള്ള ആളുകൾ. ഇപ്പോൾ ഇതിൻ്റെ തന്നെ ഡോക്ടർ അബ്ദുൽ വാഹിദ് എന്നൊക്കെ പറയുന്ന ഇതിൻ്റെ മുഖമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആൾ NHS UK ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു GP ആണ്. അവിടെ സർജൻസിനെ ട്രെയിൻ ചെയ്യുന്ന ആളാണെന്നൊക്കെയാണ് അറിയുന്നത്. അപ്പോൾ ആ തരത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളായിട്ട്, മാന്യന്മാരായിട്ട്, മിതുഭാഷികളായിട്ടുള്ള ആളുകൾ, അങ്ങനെ വലിയ സ്നേഹം തുളുമ്പുന്ന വാക്ക് പറയുന്ന ആളുകൾ, അങ്ങനെയൊക്കെ അവരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ ഒരു സ്നേഹമൊക്കെ ഇങ്ങനെ തുളുമ്പും എന്നൊക്കെയുള്ള ആ തോന്നൽ, ഇങ്ങനെയുള്ള ആളുകൾ പക്ഷേ ഇവരുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് ഈ ആശയമാണ്, ജിഹാദ്. അതല്ലെങ്കിൽ ഇവിടെ ശരിയ നിയമം ഇവിടെ കൊണ്ടുവരണം, കാലിഫേറ്റ് ഉണ്ടാക്കണം, ഇവിടെയുള്ള സംവിധാനങ്ങൾ അത് തെറ്റാണ്, ഇവിടെ നമുക്ക് ഡെമോക്രസി പാടില്ല എന്നൊക്കെയുള്ള ആശയങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നു. ഇതാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ഇവരൊരിക്കലും തന്നെ പുറത്ത് ഇതുപോലെയുള്ള വിദ്വേഷം പറയാത്തതുകൊണ്ട്, വിദ്വേഷ പ്രവൃത്തികളിൽ നേരിട്ട് ഇടപെടാത്തതുകൊണ്ട് ഇവരെ നമുക്ക് ബാൻ ചെയ്യാനോ ഇവരെ നമുക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനോ സാധിക്കാറില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അതുതന്നെയാണ് ഇത്ര നാളും ഈ ഹിസ്ബുത്ത് തഹ്രീറിനെ പിടിക്കാൻ പറ്റാതെ പോയത്. കാരണം ഇവർ പറയുന്നത് മുഴുവൻ ഞങ്ങളിവിടെ കാലിഫേറ്റ് വേണമെന്നല്ലേ പറയുന്നുള്ളൂ, ഇസ്ലാമിലെ നല്ല നിയമങ്ങൾ വേണമെന്നല്ലേ പറയുന്നുള്ളൂ, ശരിയ നിയമം വേണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് തന്നെയാണ് 2010 ജെയിംസ് കാമറൂൺ അവിടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ അവിടെ ഇറക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു മെയിൻ ഐറ്റം ആയിരുന്നു ഈ സാധനത്തിനെ നമ്മൾ ബാൻ ചെയ്യും. പക്ഷേ 2014 ഇത് ബാൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് സാധിച്ചില്ല. അത് വേണ്ട എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരെ കിട്ടുന്ന അവസ്ഥയുണ്ടായി. കാരണം അത് ചെയ്താൽ വലിയ കുഴപ്പമുണ്ടാവും. എന്തായാലും കം ടു 2024 എന്താ സംഭവിക്കുന്നത്? അവിടെ ഞാനൊരു വീഡിയോയിൽ മുന്നേ പറഞ്ഞിരുന്നു, അതായത് ലോകത്തെമ്പാടും മുസ്ലിങ്ങളിൽ നിന്നും ലോകം അകലും, അല്ലെങ്കിൽ ലോകം മുസ്ലിങ്ങളെ അകറ്റാൻ ശ്രമിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതിന് ഒറ്റ കാരണമേ ഞാൻ പറഞ്ഞുള്ളൂ, അത് ആൻറ്റിസെമിറ്റിസം എന്ന് പറയുന്നൊരു വിഷയമാണ്. അതായത് ലോകത്തെമ്പാടും മുസ്ലിം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാഴ്ച ഇരകളുടെ ഒരു മുഖമാണ്. എല്ലായിടത്തും ആക്രമിക്കപ്പെടുന്ന ആളുകൾ, ആരാലും ഇതുപോലെ ഒരു ഭീഷണി നേരിടുന്ന ഒരു ആളായിട്ടിങ്ങനെ അല്ലെങ്കിൽ വ്യക്തികളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന മുഖങ്ങൾ, ദയനീയതയുടെ മുഖം. ഇതാണ് മുസ്ലിം എന്ന് പറയുമ്പോൾ നമ്മൾ ചിത്രം പോലും വരുന്നത്. അതിന് ഒരുപാട് രാജ്യങ്ങൾ എക്സാമ്പിൾസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ളതാണ് നമ്മളുടെ പാലസ്തീനിലുള്ള മുഖങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ പാലസ്തീനിലെ മുഖം നിങ്ങൾക്ക് വരാമായിരിക്കാം,
അതുപോലെ സിറിയയിലെ മുഖം നിങ്ങൾക്ക് വരും, ഇറാഖിലെ മുഖമൊക്കെ വരും, ഇതൊക്കെ വരും. പക്ഷേ നിങ്ങൾക്ക് ചൈനയിലെ ഉയ്ഗൂർ മുസ്ലിംസിൻ്റെ മുഖം നിങ്ങളുടെ കണ്ണിലേക്ക് വരില്ല, അഫ്ഗാനിലെ മുസ്ലിംസിൻ്റെ മുഖം നിങ്ങളുടെ കണ്ണിലേക്ക് വരില്ല, യമനിലെ ഒന്നും മുസ്ലിങ്ങളുടെ മുഖം നിങ്ങളുടെ കണ്ണിലേക്ക് വരിക പോലുമില്ല. അത് വന്ന പ്രശ്നമാണ്. അതേപോലെ ഇപ്പുറത്ത് റോഹിംഗ്യൻസ്, അവർ മുസ്ലിങ്ങൾ, അവരുടെ മുഖം കാണാനേ കഴിയില്ല, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല സാർ എന്നാണ് പറയുക. അപ്പോൾ ഈ തരത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിക്ടിം കാർഡിൻ്റെ മൊത്തക്കച്ചവടക്കാരായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകം, ആ ലോകത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവർക്കെതിരെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളിൽ ഒളിഞ്ഞിരിക്കുന്ന തീവ്രവാദികളായിട്ടുള്ള ആളുകൾ, അതായത് ഞാൻ പറയാറുണ്ടല്ലോ, അതായത് ഒരു മൊത്തം മുസ്ലിം പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3ആയിട്ട് വിഭജിക്കാം. സാധാരണ ആളുകൾ 2ആയിട്ടാണ് വിഭജിക്കാറ്. ഒന്ന് മോഡറേറ്റ് മുസ്ലിംസും 2 റാഡിക്കൽ മുസ്ലിംസ് എന്ന് പറയും. അത് തെറ്റാണ്. നമ്മൾ പറയുന്ന, ഞാൻ മുന്നോട്ട് വെക്കുന്ന ഡിവിഷൻ എന്ന് പറയുന്നത്, ഒന്ന് റാഡിക്കലൈസ്ഡ് മുസ്ലിംസ് അല്ലെങ്കിൽ ടെററിസ്റ്റ് എന്ന് നമുക്ക് വിളിക്കാവുന്ന ഇസ്ലാമിസ്റ്റുകൾ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന തീവ്രമായ ഇസ്ലാമാണ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള മുസ്ലിംസ്. 2 ഇഗ്നറൻറ്റ് മുസ്ലിംസ്, അതായത് ഇസ്ലാം എന്താണെന്ന് അറിയില്ല. അവർക്ക് ആകെ കൂടി അറിയുന്നത് പോത്തിറച്ചി വാങ്ങുമ്പോൾ ഹലാൽ ഇറച്ചി നോക്കി വാങ്ങിക്കണം, സ്റ്റിക്കർ നോക്കുമ്പോൾ. ചിലപ്പോൾ പന്നിയിറച്ചി വാങ്ങുമ്പോഴും ഹലാൽ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് പന്നിയാണെങ്കിൽ എന്താ ഹലാലല്ലേ എന്ന് പറഞ്ഞ് വാങ്ങി തിന്നും ഈ അഴകുഴമ്പൻ മുസ്ലിം. അതാണ് ആ മുസ്ലിമിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. അവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല. ആകെ കൂടി കുറച്ച് നിസ്കരിക്കാനും തല കുമ്പിടാനും അതുപോലെയുള്ള കുറച്ച് മറ്റേ നോമ്പിന് ഉന്നക്കായ ഉണ്ടാക്കാനും അതുപോലെ തരിക്കഞ്ഞി ഉണ്ടാക്കാനും ഒക്കെ അറിയാം. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇസ്ലാം എന്താണെന്നൊന്നും അറിയില്ല. അവരുടെ അടുത്ത് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, എൻ്റെ ഇസ്ലാം ഇങ്ങനെയല്ലേ, ഇങ്ങനെയുള്ള നിയമം ഇസ്ലാമിലില്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന മുസ്ലിം, ഇതാണ് ആ മുസ്ലിം, ഇഗ്നോറൻ്റ് മുസ്ലിം എന്ന് പറയും. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ മദ്രസ പൊട്ടന്മാർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, ഒരു ഗ്രേഡ് 1 എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് രണ്ടാമത്തെ. ഇനി 3ാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളുകളാണ്. ഇവർ അഴകുഴമ്പൻ മുസ്ലിംസ് ആണ്, അവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല. പക്ഷേ അവർ ഈ ദഅവ ഇൻഫ്ലുവൻസ്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സലഫി ദഅവ പ്രത്യേകിച്ചും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു റിവേഴ്സ് ദഅവയാണ്. ഈ റിവേഴ്സ് ദഅവ ഇൻഫ്ലുവൻസിലും ഇന്ന് കുറേ മുസ്ലിംസ് പെടുന്നുണ്ട്. അങ്ങനെയാണ് ഇൻ്റർനെറ്റിൻ്റെ സൗകര്യം അവിടെ വരുന്നത്. കാരണം നേരത്തെ ഒരു ദഅവ ഇൻഫ്ലുവൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ദഅവ ഇൻഫ്ലുവൻസിൽ പെടുന്ന മുസ്ലിംസ്, ഈ അഴകുഴമ്പൻ മുസ്ലിംസ്, അവർ ഒന്നുകിൽ ഇവർ നേരെ സലഫിസ്റ്റുകളായിട്ട് അല്ലെങ്കിൽ ഈ എക്സ്ട്രീമിസ്റ്റുകളായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ പൊട്ടിത്തെറിക്കാവുന്ന രൂപത്തിലേക്ക് അങ്ങ് മാറും. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചു കഴിയുമ്പോൾ എക്സ് മുസ്ലിംസ് ആയിട്ട് മാറും. അപ്പോൾ അഴകുഴമ്പൻ മുസ്ലിംസിൻ്റെ എൻഡ് എന്ന് പറയുന്നത് 2ആണ്. ഒന്നുകിൽ അവർ മതം പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു തീവ്രവാദിയാകാം, നല്ല അസൽ പൊട്ടിത്തെറിക്കുന്ന തീവ്രവാദിയാകാം. അതല്ല എന്നുണ്ടെങ്കിൽ അവർ എക്സ് മുസ്ലിം ആകാം. അതല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് ഒരു നിലനിൽപ്പില്ല. ഒരു നിലനിൽപ്പ് വേണമെങ്കിൽ പറയാം, അത് പറഞ്ഞാൽ തല പോകും എന്നുള്ളത് കാരണം, പല കാര്യങ്ങളും നഷ്ടപ്പെടുമെന്നുള്ളത് കാരണം അവർ ചിലപ്പോൾ ഒളിച്ചും പാത്തും മുസ്ലിമായിട്ട് അഭിനയിച്ച് ജീവിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇന്ന് എല്ലാ കേരളത്തിലെ ഓരോ മുസ്ലിം വീടുകളിലും 2 എമുക്കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അതോടൊപ്പം നമ്മളുടെ മദ്രസ കമ്മിറ്റികൾ, പള്ളി കമ്മിറ്റികളിലെല്ലാം തന്നെ ഒരാളെങ്കിലും എമുക്കളായിട്ടുള്ള ആളുകളുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ രീതിയിലേക്ക് ഇവിടെ എക്സ് മുസ്ലിം ആ ഒരു മേഖല വളർന്നിരിക്കും. സ്വതന്ത്ര ചിന്ത അത്രയും മാത്രം അതിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഒരിക്കൽ പോലും ഇവരുടെ തനിനിറം അറിയാൻ കഴിയാതെ പോയിരുന്ന കാലഘട്ടത്തിൽ അതിനെല്ലാം വളരെ എളുപ്പത്തിൽ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട് ഇവരുടെ തനിക്കൊണം, ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനം പുറത്തേക്ക് ചാടി. നമ്മൾ പറയാറുണ്ട്, ഈ നീലക്കുറുക്കൻ അറിയാതെ മറ്റേ നിലാവ് കണ്ടപ്പോൾ കൂകി വിളിച്ചു പോയി എന്ന് പറഞ്ഞ പോലെ, അവിടെ ഇസ്രായേലിനെ തൊട്ടപ്പോൾ, ഹമാസ് ഇസ്രായേൽ വിഷയം അങ്ങോട്ട് ഉണ്ടായപ്പോൾ ഈ നീലക്കുറുക്കൻ അങ്ങോട്ട് കൂവി വിളിച്ചു. ആ കൂവി വിളിക്കുന്ന എന്താണ്? ജ്യൂസ് കുടിക്കരുത് എന്ന് പറയുന്ന സാധനമാണ്. ജൂതന്മാർ അപ്പോൾ നമ്മുടെ ശത്രുക്കളല്ലേ എന്ന് ചോദിക്കുന്ന ആ സാധനം, ഇസ്ലാമിൻ്റെ അന്തർലീനമായിട്ടുള്ള സാധനമാണ് ജൂതവിരുദ്ധത എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഇത്ര കാലവും പറഞ്ഞുകൊണ്ടിരുന്നത് മുസ്ലിമോഫോബിയ, ഞങ്ങൾ ആക്രമിക്കുന്നത്, ഞങ്ങളാകെ പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന, അതിൻ്റെ പേരിൽ വീരവാദം നടത്തി, സംഘിപ്പേടി വളർത്തി, ഇങ്ങനെ കാര്യങ്ങൾ ബാർഗെയിൻ ചെയ്ത് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വൃത്തികെട്ട ടൂളാണ്. അല്ലെങ്കിൽ ഈ ഇരവാദം എന്ന് പറയുന്നത് ഈ തീവ്രവാദത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂള് തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെയുള്ള സമയത്താണ് ഈ ഒരു നീലക്കുറുക്കൻ്റെ ഈ നിലവിളി, ഓരിയിടൽ പുറത്തേക്ക് വന്നത്. ജൂതവിരുദ്ധത, പച്ചയായ ജൂതവിരുദ്ധത അത് പറയുന്നു. ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്ന ഒരു കാര്യം വിദേശ രാജ്യങ്ങളിൽ വ്യാപകമാകുന്നു. ഞാനെപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അതായത് ഇന്ത്യയിലൂടെ വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു മുസ്ലിം, ആ മുസ്ലിം ഒരു മുസ്ലിമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവനെ നീ മുസ്ലിം അല്ലടാ, എന്താടാ നീ മറ്റേ പീഡോഫൈലിൻ്റെ ഫാനാണല്ലടാ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് ഒരു സംഘി, ഒരു ഹിന്ദു നാമധാരിയായിട്ടുള്ള ഒരാൾ വന്നിട്ട് അവനെ ഒന്ന് ബുള്ളി ചെയ്താൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ അവസ്ഥ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക.
എന്തായിരിക്കും ഇവിടുത്തെ ചർച്ചകളുടെ ഒരു ഗതി എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തായിരിക്കും ഇവിടുത്തെ മൊത്തം ഒരാഴ്ചത്തെ പത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന തലക്കെട്ടുകൾ എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പത്രം ആരും വായിക്കാറില്ല, പോട്ടെ, എന്നാലും തലക്കെട്ട് നമുക്ക് ചോദിക്കാമല്ലോ. എന്തായിരിക്കും? ഇന്ത്യയിൽ മുസ്ലിം വിരുദ്ധത വർദ്ധിക്കുന്നു, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു, ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളെ വംശീയ ഉന്മൂലനം നടത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന കാഴ്ച ഇതായിരിക്കും നിറഞ്ഞു നിൽക്കുക. എന്നാൽ ഞാൻ ചോദിക്കുന്നത്, സമാനമായ രീതിയിൽ വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു ജൂതനെ, പഠിക്കാൻ പോകുന്ന, കയ്യിൽ പേനയും ബുക്കുമൊക്കെ ആയിട്ട് ബാഗും തൂക്കി യൂണിവേഴ്സിറ്റി ക്ലാസ്സിലേക്ക് പോകുന്ന ഒരു ജൂത വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തിയിട്ട്, സയനിസ്റ്റ് ഇങ്ങോട്ട് നോക്കടാ, നീ ഞങ്ങളെ ഹമാസിനെ തല്ലുലടാ എന്ന് ചോദിച്ചിട്ട് അവനെ ബുള്ളി ചെയ്യുന്ന മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങളെ നിങ്ങൾ തീവ്രവാദി മുസ്ലിം എന്ന് വിളിക്കോ, മോഡറേറ്റ് മുസ്ലിം എന്ന് വിളിക്കോ, അഴകുഴമ്പൻ മുസ്ലിം എന്ന് വിളിക്കോ, മദ്രസ പൊട്ടൻ എന്ന് വിളിക്കുക, എന്ത് പേരിട്ടാണ് നിങ്ങൾ വിളിക്കുക? ഞാൻ വിളിക്കുക അതിനെ മുസ്ലിം എന്നേ വിളിക്കും. കാരണം ആ മുസ്ലിം, അത് ഏത് മുസ്ലിം ആയാലും, ജൂതവിരുദ്ധത ഇസ്ലാമിൻ്റെ ഭാഗമാണ് എന്നിരിക്കെ, ജൂതവിരുദ്ധത ഇല്ലാത്തൊരു മുസ്ലിം അവനൊരു മുസ്ലിമേ അല്ല എന്നും കൂടി ഇരിക്കെ നമുക്കത് പറയാതെ നിവൃത്തിയില്ല. അപ്പോൾ ഇവിടെ അതൊരിക്കലും ചർച്ചയാകുന്നില്ല. അങ്ങനെ ഒരു ജൂതവിരുദ്ധത എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോണ്ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ അതിന് വെള്ള പൂശുന്ന, അല്ലെങ്കിൽ അത് കണ്ടില്ല എന്ന് നടിക്കുന്ന വോക്കുകളും കൂടി നിറയുമ്പോൾ ഇവിടെ വഴിവെക്കുന്ന എന്താണ്? കൃത്യമായ പച്ചയായ ഇത്തരത്തിലുള്ള വൃത്തികെട്ട ജൂതവിരുദ്ധത. അതാണ് ഇവിടെ വഴിവെച്ചത്. അതിലേക്കാണ് ലോകം നടന്ന് പോയിക്കൊണ്ടിരുന്നത്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം, അതിൽ നമുക്കൊരു ഉദാഹരണത്തിന് പറയാം. ഇവിടെ ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ടായി. ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പേരുള്ള ഒരാളെ, മുഹമ്മദ് അല്ലടാ നിൻ്റെ പേര് എന്നൊക്കെ പറഞ്ഞൊരു മാനസികമായിട്ട് തകരാറുള്ള ഒരാളെ തല്ലിയതുമൊക്കെ ആയി ബന്ധപ്പെട്ടുള്ളൊരു വാർത്ത നിങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും. അത് വന്നപ്പോൾ ഇവിടെ എന്താ നമ്മൾ കണ്ടത്? അതിനെ എതിർക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെയാണ്. ഹിന്ദുക്കളാണ്, സംഘികളെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ അതിനോടൊപ്പം സംഘപരിവാറിൻ്റെ ആളുകളും അതിനെ കൃത്യമായ നിയമം നടപ്പിലാക്കിക്കൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും മുന്നോട്ട് വരുന്നു. അപ്പോൾ മുസ്ലിം വിരുദ്ധത അത് കൊണ്ട് നടക്കുന്ന ഹെയ്റ്റ് ക്രൈമിന് വഴിവെക്കുന്ന തരത്തിൽ ആ ഹെയ്റ്റ് കൊണ്ട് നടക്കുന്ന തീവ്ര ചിന്തകൾ, നാഷണലിസ്റ്റ് ചിന്തകളോ സംഘപരിവാർ ബോധമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹിന്ദു വിരുദ്ധതയോ അല്ലെ ഹിന്ദുത്വ ബോധമൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകൾ അവരത് ചെയ്താൽ അതിനെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നു നമ്മുടെ നാട്ടിൽ, അതിനെ കൈകാര്യം ചെയ്യപ്പെടുന്നു, അതിന് മുന്നോട്ട് വരുന്നത് അതേ വിഭാഗം തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ജൂതവിരുദ്ധത ഉണ്ടാക്കി വെക്കുന്ന മുസ്ലിങ്ങളെ അവരതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ മുന്നോട്ട് വരുന്നില്ല. മുസ്ലിങ്ങൾ പോലും മുന്നോട്ട് വരുന്നില്ല. അത് ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്ന മുസ്ലിങ്ങൾ. അവിടെയാണ് ഈ ഹിന്ദുക്കളും ഈ മുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനെപ്പോഴും പറയാറുണ്ട്, ഇന്ത്യ ഇന്നും ഒരു മതേതര ജനാധിപത്യ രാജ്യമായിട്ട് നിലകൊള്ളുന്നതിൻ്റെ ഒരേ ഒരു കാരണം ഇത് ഒരു ഭൂരിപക്ഷ ഹിന്ദു രാഷ്ട്രമായതുകൊണ്ട് തന്നെയാണ്. ഇത് ഒരു ഭൂരിപക്ഷ മുസ്ലിം രാജ്യമായിരുന്നു എന്നുണ്ടെങ്കിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ ഇറാനിൽ നടക്കുന്നു, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, ഒന്നില്ലെങ്കിൽ മറ്റൊരു കാരണം, ഏതെങ്കിലും ഒരു കാരണത്തിൻ്റെ പേരിൽ എന്നും അടിയായിരിക്കും. ബോംബ് എവിടെ പൊട്ടും, ഏത് പള്ളിയിൽ പൊട്ടും എന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. നമ്മൾ പറഞ്ഞു, വെള്ളിയാഴ്ച എന്ന് പറയുന്ന ആ ദിവസത്തിൻ്റെ പേര് പോലും ഇന്ന് മാറ്റി. അത് ഫ്രൈഡേ എന്നല്ല ഇപ്പോൾ ഇന്ന് അറിയപ്പെടുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്നത് ബോംബ് ബ്ലാസ്റ്റ് ഡേ എന്നാണ് വിളിക്കുന്നത്. അതായത് മൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ ബോംബ് ബ്ലാസ്റ്റ് ഡേ, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ബോംബ് ബ്ലാസ്റ്റ് ഡേ, സാറ്റർഡേ, ഇങ്ങനെയാണ് ഇപ്പോൾ വിളിക്കുന്നത്. ഫ്രൈഡേ എന്നുള്ളത് മാറ്റി, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഫ്രൈ ഉണ്ടാക്കുന്ന ഡേ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെയൊക്കെയുള്ള ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ആൻറ്റിസെമിറ്റിസം പുറത്ത് ചാടിയപ്പോൾ അതിൻ്റെ ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ ഋഷി സുനക്കിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ളൊരു നിയമം നടപ്പിലാക്കിക്കൊണ്ട് ഇതിനെ ബാൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും ഇലാബറേറ്റ് ചെയ്തത്. ഇത് ചെറിയ വിഷയമല്ല. ആൻറ്റിസെമിറ്റിസം എന്ന് പറയുന്നത് നമ്മൾ നഖശികാന്തം എതിർക്കേണ്ടതാണ് എന്നത് മാത്രമല്ല, ഈ ഒരു സംഗതി ഇതെന്തുകൊണ്ട് ഇവർ ചെയ്യുന്നു, ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിരോധം, ഒരു വ്യക്തികൾ തമ്മിലുള്ള വിരോധം, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ റൈവൽറി ആണോ? അല്ല, ഇത് മതം തന്നെയാണ്. ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജൂതവിരുദ്ധത നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ഒരു രമ്യമായ പരിഹാരത്തിലേക്ക് എത്താൻ ഇവർക്ക് സാധിക്കാത്തത്. ഹമാസിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാനുണ്ട്. അതിനകത്ത് അതിൻ്റെ വാർത്തകൾ വന്നതൊക്കെ വായിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൽ വായിക്കുന്നത് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് വീണ്ടും അതിൻ്റെ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. അതേക്കുറിച്ച് മറ്റൊരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടത് പറ്റില്ല? അവർ പറയുന്നത്
ദ ഒക്യുപ്പേഷൻ ഹാസ് ടു എൻഡ് എന്നാണ് പറയുന്നത്. അതായത് എന്തുകൊണ്ട് ഈ ഹിസ്ബുത്ത് തഹരീറിൻ്റെ വെബ്സൈറ്റ് പോലും നിങ്ങൾ എടുത്തു നോക്കുക. അതിൽ ഞാനിപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കണ്ട് അന്താളിച്ചു. അതായത് സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിലുള്ള ആ ബന്ധം അവിടെ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ രാജകുമാരൻ പ്രിൻസ് സൽമാൻ ചില കാര്യങ്ങൾ ചെയ്തു വെക്കുന്നു. അതിനോടുള്ള അഭിപ്രായം കമൻറ്റിങ് ഓൺ ദാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം അതിനകത്ത് അവർ എഴുതി വെക്കുന്നത് എന്താ, ഇത് സൗദീസിൻ്റെ അഭിപ്രായമല്ല, ഇത് സൽമാൻ പെട്ടുപോയതാണ്. സൽമാൻ യഥാർത്ഥ വിശ്വാസിയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന ആയത്തുകൾ പ്രകാരം എന്ന് പറഞ്ഞിട്ടൊരു 4-5 ഖുറാനിക സൂക്തങ്ങൾ, പിന്നെ കുറേ ഹദീസ്, പിന്നെ കുറേ കോട്ട്സൊക്കെ അറബിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചിട്ട് എന്നിട്ട് ലാസ്റ്റ് പറയുകയാണ് ഒരു യഥാർത്ഥ മുസ്ലിം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യില്ല. കാരണം നിങ്ങൾ ഇസ്രായേലുമായിട്ട് ബന്ധം ഊഷ്മളമാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യു ആർ അക്നോളജിങ് ദ എൻറ്റിറ്റി കോൾഡ് എ ജൂയിഷ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ജൂതരാഷ്ട്രം പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഹമാസ് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞ് മുന്നോട്ട് വെക്കുന്ന എന്താണ്, ജൂതന്മാരെ മുഴുവൻ കൊന്നുകളയാം, അത് റിവർ ടു ദ സീ, അത് മൊത്തം നമുക്കങ്ങ് വെള്ളമടിച്ച് ഒന്ന് കഴുകി ഒന്ന് ഫ്ലഷ് ചെയ്ത് കളയണം. ഇതാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെയാണ് ഹമാസ് മുന്നോട്ട് വെക്കുന്ന സൊല്യൂഷൻ. ഇതൊരിക്കലും ഈ ലോകത്ത് നടപ്പിലാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ചരിത്രത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലല്ല നമ്മൾ പരിഹാരങ്ങൾ കാണേണ്ടത്, നിലവിലുള്ള സാഹചര്യത്തിലാണ്. അപ്പോൾ അവിടെയാണ് ഇത് വീണ്ടും ഞാൻ എംഫസൈസ് ചെയ്യേണ്ടി വരുന്നത്. ഈ ഒരു ചരിത്രം ഇസ്ലാമിൻ്റെ ഭാഗം തന്നെയാണ്. ഇത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോയാൽ ഈ മതത്തിൻ്റെ കൃത്യമായ ഇടപെടലുകൾ, ഈ ഓരോ മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇത്തരം ഇടപെടലുകൾ, ഇതാണ് ഓരോ മുസ്ലിമിനെ കൊണ്ടും ഓരോ വൃത്തികേടും ഓരോ പോക്കിരിത്തരവും ചെയ്തു വെക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് വ്യക്തിയുടെ കുഴപ്പമാണ്, ഇസ്ലാമിൻ്റെ കുഴപ്പമല്ല, അത് മുസ്ലിമിൻ്റെ കുഴപ്പമാണ് എന്ന് പറയുന്ന ആ സംഗതി മാറ്റണം. അതൊരു അശ്ലീലമാണ്. പറയേണ്ടത് അത് മുസ്ലിമിൻ്റെ കുഴപ്പമല്ല, അത് ഇസ്ലാമിൻ്റെ കുഴപ്പമാണ് എന്ന് പറയണം. എന്ന് പറയുന്നതിന് ഇതുകൊണ്ടാണ്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഏതായാലും ഈ വിഷയങ്ങൾ, ഈ ഒരു കാര്യങ്ങൾ, അതായത് ഹമാസ് എന്ന് പറയുന്നൊരു വിഷയം എടുത്തു വെച്ചുകൊണ്ട് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഹമാസ് ഫാക്ടർ ഉണ്ടോ എന്ന് തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മുസ്ലിം ഒരു തീവ്രവാദ മുസ്ലിമാണോ, അതല്ലെങ്കിൽ ജൂതവിരുദ്ധതയുള്ള മുസ്ലിമാണോ, അവനൊരു യഥാർത്ഥ മനുഷ്യ സ്നേഹിയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ലോക മുസ്ലിങ്ങളിൽ നിന്ന് അകലുന്നു എന്ന ആ ഒരു വിഷയം അത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ആ ടൈറ്റിലാണ് അവിടെ കണ്ടത്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്തിട്ട് അത് കാണാം. ഇനി നമ്മളുടെ ഈ തഹരീറിൻ്റെ ബാനിലേക്ക് എത്തിയ ഒരു പശ്ചാത്തലം കൂടി ഒന്ന് നോക്കാം. ഇന്ന് കുറച്ച് നീണ്ട ലൈവാണ്, പേടിക്കണ്ട, ഇത് കഷ്ണമായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. ഇതിൽ ഈ ഒരു നമ്മളുടെ ഹമാസ് അക്രമം അവിടെ തുടങ്ങിയതിന് ശേഷം ഇസ്രായേൽ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ വലിയ നിലവിളിയായി. ആ നിലവിളിയുടെ ഭാഗമായിട്ട് ഇവർ ഈ ഹിസ്ബുത്ത് തഹരീറിൻ്റെ നേതൃത്വത്തിൽ UK ഈജിപ്തിൻ്റെയും അതുപോലെ തന്നെ തുർക്കിയുടെയൊക്കെ എംബസികളുടെ മുന്നിൽ പോയിട്ട് ഇതുപോലെ ഒരു പ്രകടനം അവർ നടത്തി. ആ പ്രകടനം നടത്തിയപ്പോൾ അവർ ചില വാദങ്ങൾ അവർ മുന്നോട്ട് വെക്കുകയാണ്. ആ വാദങ്ങളാണ് വലിയ ചർച്ചയായത്. കാരണം ആ വാദത്തിൻ്റെ ഒടുവിൽ ഇപ്പോൾ ഈ നിൽപ്പിൻ്റെ ബാക്കിലൊക്കെ നിന്നുകൊണ്ട് ജിഹാദ് എന്നൊക്കെ വിളിച്ച് വലിയ സംഭവമൊക്കെ കേൾപ്പിച്ചു. ആ വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ നമ്മൾ വീഡിയോ മൊത്തത്തിൽ ബാനാവും, അതുകൊണ്ട് ഞാനത് ഇടാത്തത്. എന്തായാലും അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ എന്താണ് നമ്മളുടെ ഇന്നത്തെ ഇതിലെ പ്രധാന പയ്യൻസ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി പറയാം. We've come here outside the embassy of Egypt in London to give a very specific message regarding what's happening in Gaza. These people, these countries nearby Egypt borders the Rafah crossing, borders Gaza, they have a military power that is capable of actually rescuing the people. So ours is a very specific message today. It is that the sincere people in the armed forces, they really must go and help the men, women, children, babies, orphans, everyone who is suffering in Gaza and Palestine today, and rescue them as Allah commanded in the Quran. And after this we're going to go to the embassy of Turkey and repeat the same message, and after that we will go to other embassies and repeat the same message, embassies of Muslim countries, that they must go and rescue the people. Just talking about it, staying silent is not an option. So please carry that message far and wide as much as you can. That's what we want to say from this demonstration today. ഓക്കെ, അപ്പോൾ എന്തായാലും കേട്ട് കാണും. ഈ വ്യക്തി
ഡോക്ടർ വാഹിദ് ഷെയ്ദ എന്ന പേരിലാണ് അദ്ദേഹം അവിടെ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ അയാളുടെ യഥാർത്ഥ പേര് ഈ ജിഹാദി സർക്കിൾസിൽ പുള്ളിയുടെ പേര് അബ്ദുൽ വാഹിദ് എന്നാണ്. കാരണം അബ്ദുൽ പറയാതെ വാഹിദ് പറയാൻ പാടില്ല എന്നുള്ളത്. നമ്മളിപ്പോൾ അബ്ദുൽ ഡിങ്കൻ എന്ന് പറയുന്നത്, ഞാൻ ഡിങ്കൻ്റെ അടിമയാണെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അല്ലാതെ വെറും ഡിങ്കൻ എന്നൊന്നും എൻ്റെ പേരിടാൻ പാടില്ല. അപ്പോൾ ഞാൻ പേരിടുമ്പോൾ അബ്ദുൽ ഡിങ്കൻ എന്നിടണം. അപ്പോൾ അതുപോലെ ആ വ്യക്തി, അപ്പോൾ ഇത് പറഞ്ഞു വെക്കുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു ഈ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഇഷ്യൂ ഇല്ല. കാരണം 2005 തന്നെ ഇസ്രായേൽ ഗാസയിൽ നിന്ന് പൂർണ്ണമായിട്ട് പിൻവലിഞ്ഞതാണ്. എന്നിട്ടും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അപ്പോൾ അത് പിൻവലിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ ഒരു സൊല്യൂഷൻസിന് വേണ്ടിയിട്ട് ഒരിക്കൽ പോലും ഇസ്രായേൽ നിലനിന്നിട്ടില്ല എന്നുള്ള നറേറ്റീവ് ബലപ്പെടുത്തുന്നു എന്നുള്ളത് ഇവിടെ നമ്മൾ കണ്ടു. അതൊരു വശത്ത്. ഇനി ഇതിൻ്റെ സൊല്യൂഷനായിട്ട് എന്താ പറയുന്നത്? ഇവർ പറയുന്നത് ഫൈറ്റ് ചെയ്യണം. ആ ഫൈറ്റ് ചെയ്യണം എന്നാണോ പറയുന്നത്? അല്ല, മുസ്ലിം ആർമീസ് എല്ലാവരും ഒന്നിക്കണം. ഇതെന്താ മുസ്ലിം ആർമീസിന് ഇതിനകത്തൊരു പങ്ക്? ഞാനതാ പറയുന്നത്. ഈ വിഷയത്തിൽ ഈ മതത്തിൻ്റെ ആംഗിൾ മനസ്സിലാക്കാത്ത കാലത്തോളം ഈ വിഷയത്തിലൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. വീണ്ടും ഞാനത് തെളിവെടുക്കം കണ്ടതുകൊണ്ട് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ കൃത്യമായിട്ട് ഇവർ പറയുന്നു മുസ്ലിം ആർമീസ് എന്ന് പറഞ്ഞ് പേരിടുമ്പോൾ മുസ്ലിം ആർമീസിൻ്റെ എഗെയിൻസ്റ്റ് നിൽക്കുന്നതാണ് ആരാണ്? അത് ജൂയിഷ് ആർമീസാണ്, അല്ലെങ്കിൽ കാഫിർ ആർമീസാണ് അപ്പുറത്ത് വരുന്നത്. അപ്പോൾ കാഫിർ ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് അങ്ങോട്ട് ഫൈറ്റ് ചെയ്യേണ്ടത് മുസ്ലിം ആർമിയുടെ ബാധ്യതയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു മൂത്ത മദ്രസ പൊട്ടൻ ഇതാണ് ഈ കാണുന്നത്. ഡോക്ടർ എന്നൊക്കെ വിളിക്കാം. അപ്പോൾ ഇതാണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ ഇതിൽ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ യുണൈറ്റ് ചെയ്ത് നിങ്ങൾ പാലസ്തീനെ രക്ഷിക്കൂ, അവിടുത്തെ ആളുകളെ രക്ഷിക്കൂ എന്നാണ് പറയുന്നത്. ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ രക്ഷിക്കാനാണ്? ഇസ്രായേലിൻ്റെ സംവിധാനങ്ങളനുസരിച്ച് അവരിങ്ങോട്ടൊരു ബോംബ് അല്ലെങ്കിൽ ഒരു റോക്കറ്റ് ഷെല്ല് വീണ് കഴിയുമ്പോൾ അത് എവിടുന്നാണ് വന്നത് എന്നുള്ളത് അവർ ഡിറ്റക്ട് ചെയ്ത് തിരിച്ച് അങ്ങോട്ടേക്ക് മിസൈൽ വിടുന്നു അല്ലെങ്കിൽ ബോംബ് ഇടുന്നു. ആ ഇടുന്ന സമയത്ത് അവർ ആദ്യം വാണിംഗ് കൊടുക്കുകയാണ്, അതെ ഞങ്ങൾ ബോംബ് ചെയ്യാൻ പോവാണ്, ഇന്ന സ്ഥലത്തുനിന്ന് ഞങ്ങൾക്കൊരു റോക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഹ്യൂമൻ ഷീൽഡ്സിനെ വെച്ചിട്ടാണ് ഈ ഹമാസ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു വശത്ത്. രണ്ടാമത് ഇവർ പറത്തിവിടുന്ന ഈ റോക്കറ്റ്സിൻ്റെ ഒരു 10-15% തിരിച്ച് വീണിട്ട് തന്നെയാണ് അവിടെ പൊട്ടുന്നത്. അൽഷിഫ ഹോസ്പിറ്റലിൽ അവിടെ മൂട്ടിൽ വീണ് പൊട്ടി അവിടെ കുറേ ആളുകൾ മരിച്ചു വീണത് നമ്മൾ കണ്ടു. ഇതൊക്കെ വലിയ തോതിൽ ചർച്ചയാവുകയാണ്. എന്നിട്ട് ഇത് മറ്റാളുകളുടെ തലയിലേക്ക് വെച്ച് കിട്ടുന്നു. ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഹ്യൂമൻ ഷീൽഡ്സിനെ വെച്ചിട്ട് ആക്രമണം നടത്തുന്നു, തിരിച്ച് അങ്ങോട്ടേക്ക് വരുന്നു. സ്കൂളുകളുടെ അടിയിൽ, അതല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൻ്റെ അടിയിൽ, ഇതുപോലുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ ഒക്കെ അടിയിൽ, പള്ളിയിൽ, ഇതിലൊക്കെ നിന്നിട്ടാണ് ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് മറയാക്കി വെച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നത്. തിരിച്ചു പോകാൻ അവർ ശ്രമിച്ചാൽ പോലും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാൽ അവരുടെ വണ്ടിയുടെ കീ ഊരിയെടുക്കുന്ന അവസ്ഥ വരെ ഹമാസ് ചെയ്തു വെക്കുന്നു. അതായത് ജനങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല, അവർ മരിക്കണം. അവരുടെ ആ ദൈന്യത ഇതുപോലെ പിക്ചറൈസ് ചെയ്യണം, അത് വെച്ചുകൊണ്ട് കാശുണ്ടാക്കണം. ഇതാണ് സത്യത്തിൽ ഹമാസ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇന്ന് ലോകം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും ഇതിൽ തിരിച്ചടി ഉണ്ടാകും. ഈ ഹമാസിനെ വേരോടെ പിഴുതെറിയും, അതിൽ സിൻവർ അടക്കമുള്ള ആളുകളെ അവിടെ പൂട്ടും എന്ന ദൃഢനിശ്ചയത്തിൽ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു. അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷേ ആ ഒരു വിഷയത്തെ കൃത്യമായിട്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടു നിർത്തുകയാണ്, കെട്ടുകയാണ് ഇവിടെ നമ്മൾ വീണ്ടും കാണുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് മതമല്ലാതെ ഒരു വിഷയം രണ്ടാമത് അല്ലെങ്കിൽ നാലാമതൊക്കെയാണ് വരുന്നത്. ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാരണം അത് മതം തന്നെയാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് ഒരു വശത്ത് ഇസ്ലാമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രസംഗവും ഇവർ നടത്തിയ ഈ പ്രകടനവും അതിലവർ നടത്തിയിട്ടുള്ള ആ ഒരു ജിഹാദ് പോർവിളികളും എല്ലാം കൊണ്ടെത്തിച്ചത് ഇവരുടെ ബാനിലേക്കാണ്. അതായത് ഷെരിയ ഫോർ UK എന്ന് പറഞ്ഞ് മിഷൻ 2047 എന്നൊക്കെ പറഞ്ഞ് നടന്ന മാതിരി UK ഇപ്പം അങ്ങോട്ട് ശരിയാക്കി കളയാം എന്ന് പറഞ്ഞിട്ട് നടത്തിയ നമ്മളുടെ എല്ലാം LDF വരും എല്ലാം ശരിയാക്കും എന്ന് പറയുന്ന പോലെ ഇവർ വന്ന് നിൽക്കുന്ന ഒരു ആളുകളായിരുന്നു. പക്ഷേ അത് മൂഞ്ചിപ്പോയിരിക്കുന്നു എന്ന് പറയുന്നത് അവിടെയാണ്. ഇനി ഇത് എങ്ങനെയാണ് ഈ ബാനിലേക്ക് എത്തിയത് എന്നുള്ളത് അറിയണം. ഈ വീഡിയോ വന്നു, ഇവർ പ്രകടനം നടത്തിയപ്പോൾ ഉടനെ അങ്ങ് ബാൻ ചെയ്യുകയല്ല ചെയ്തത്. അതിലാണ് നമ്മളുടെ പ്രധാനപ്പെട്ട വശം, ഈ ഡെമോക്രസി എങ്ങനെ വർക്കൗട്ട് ആവുന്നു, അതിൻ്റെ ടൂൾസ് എങ്ങനെ അവിടെ വരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ സംഗതി വന്നു, ഇത് വലിയ ചർച്ചയാകുന്നു. ഈ NHSലൊരു ഡോക്ടർ ഇതുപോലെ വന്ന് ജിഹാദിന് വേണ്ടി വിളിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയൊരു ചർച്ചാ വിഷയമായി. ഇദ്ദേഹം ആരാണ് ഈ ജിഹാദിന് വിളിക്കുന്നതെന്നൊക്കെയുള്ള അന്വേഷണമായി. അങ്ങനെ അവസാനം എല്ലാവരും കണ്ടെത്തുന്നു ഒരു ഡോക്ടറാണ്, NHSൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ഈ മുതലാളി എന്ന് മനസ്സിലാക്കണം, ഈ മുതൽ എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ നമ്മളുടെ പിയേഴ്സ് മോർഗൻ എന്ന് പറഞ്ഞ നമ്മുടെ TV ആങ്കറായിട്ടുള്ള ആൾ പുള്ളിയെ ക്ഷണിക്കുന്നു.
ആ ക്ഷണിച്ചിട്ട് ഇദ്ദേഹവുമായിട്ടൊരു ഡിബേറ്റ് ഒരു സംഭാഷണം അവിടെ നടത്തുന്നു. ആ സംഭാഷണത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനവും പുറത്തേക്ക് ചാടുന്നു. അത് ചാടിയതോടുകൂടി ഈ കേസിന് സബ്സ്റ്റൻസായി. ഇത് ഋഷി സുനക്കിന് ഉയർത്തിക്കൊണ്ട് വരാനും അവരുടെ മന്ത്രിസഭയിലുള്ള ഇതിൻ്റെ ഇൻ്റർണൽ ഹോം മിനിസ്ട്രിക്ക് ഇത് കൂടുതൽ ഗൗരവത്തിലെടുക്കാനും അത് ഇന്ന് നമ്മൾ കാണുന്ന അവസ്ഥയിലേക്ക് എത്താനും അത് വഴിവെച്ചു. അപ്പോൾ എന്താണ് ഈ ചർച്ചയിൽ വന്നത് എന്നുള്ളതും കൂടി ഒന്ന് നമുക്ക് കാണാം. അപ്പോൾ ആദ്യത്തെ ഒരു പ്രധാന ഭാഗം കുറച്ച് ലെങ്തിയാണ്, കാണാം. They gave the enemy a punch on the nose. All right? And it's a very welcome punch on the nose. How can you categorize a terror attack in which 1,200 mostly innocent civilian people were brutally attacked, raped, tortured, beheaded, and murdered? How can you, a British NHS doctor or NHS doctor in Britain, how can you say that's a welcome punch on the nose? Will you let me answer fully? Yes. I will be frank. I'll be as concise as I can be. But if you give me the courtesy of letting me answer fully. Okay. I will defend the right of the Palestinians to resist an occupation. When you look at that... That's not resistance, that's terrorism. When you look at what happened on the 7th of October, as if that is the day that everything started... I didn't say that. You didn't say that, but when people look at Do you think what happened that day was a terrorist attack? When people look... Do you? Do you? You know, the word terrorism has become so... politicized. Actually, not really. The word you can terrorism, be deeply sympathetic to the plight of Palestinian civilians, which I am, by the way, and have expressed many times. What you can't do is be weaselly-mouthed about what happened on October the 7th. I asked you to let me finish. That was a grotesque terror will attack. ask you to finish. Yeah, but you're equivocating about it being a terror attack. I'm not equivocating, and I will explain why. Okay, the word terrorism, by the way, in India last month. We're not talking about India. Talk about what's happened the word here. terrorism in India. People who supported the Australian cricket team have been arrested under terrorist offences. In the West Bank, people who are have been told, if you reveal what happened in the prisons, you will be arrested on terrorist charges. Do you think what happened October the 7th was a terror attack? It's a Did resistance. You say no? It's a resistance. Not a terror attack. Piers, if, and it's You're if. NHS GP. If, I'm asking you to let me finish. If. Right, our Islamic standard in conflict, in warfare, our Prophet, peace be upon him, sallallahu alaihi wasallam, he said, you can't kill children, you can't kill women, you can't kill the elderly, you can't mutilate. Hamas did all that. If anybody did that, If, what do you mean if? I say if because... They literally broadcast it on their own streaming platforms. Well, I'll tell you what a lot of us saw. Hamas broadcast it merrily to the world. And here's us doing these terrible things. And what do you mean if? What many of us saw on that day were videos coming out showing people saying, we will not harm women, we will not harm children. Do me a favour. No, that's what... Doctor. I'm saying that. Resistance is a right in Islam. It's a right in international law. It's even a right that Churchill said in his History of the English-speaking Peoples that is he actually wrote in that book, it is a primary right of men to kill and die for the land they live in. You literally read me a description of what people who follow Islam are not supposed to do. Yeah. And Hamas did all of those things. But your response is to say, well, hang on, I've seen videos of them saying, we don't want to do that stuff. No, yes. I find that pretty offensive, Doctor. We all know they did it because they boasted to the world with their own videos what they were doing. I find it amazing that respected journalists like yourself have seemed to have suspended their critical faculties. No, I'm believing what Hamas wanted me to see. Well, you're believing what you saw. No, what Hamas themselves broadcast to the world because they wanted to take great glee in what they'd done. There's no ambiguity about it. Okay. യെസ്, അപ്പോൾ എന്തായാലും ഇതിൽ ഒറ്റ കാര്യമുള്ളൂ. ഒക്ടോബർ 7 നടന്ന ആ സംഭവത്തെ ഭീകരപ്രവർത്തനം എന്ന് വിളിക്കുക. അതോടൊപ്പം ആ ഭീകരപ്രവർത്തനം നടത്തിയ ആളുകളെ ഭീകരവാദികൾ എന്ന് വിളിക്കുക. ഇത് രണ്ടും നടത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മളിവിടെ കണ്ടതാണ്. ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ മന്ത്രിമാർ മാപ്പ് വരെ പറയേണ്ടി വന്നു, പല ആളുകളും പോസ്റ്റുകൾ മുക്കേണ്ടി വന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് ആഗോളതലത്തിൽ നടക്കുന്നു. ഇതിന് അമേരിക്ക എന്നോ ഇന്ത്യ എന്നോ UK എന്നോ ഒരു വ്യത്യാസമല്ല. ഇനി അന്റാർട്ടിക്കയിൽ പോയി ഇനി ചന്ദ്രനിൽ പോയിരുന്ന് നമ്മളിത് പറഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. സ്ഥലം മാറുന്നതിനനുസരിച്ചിട്ട് ഇതിലൊരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഇവരുടെ ഒരു പ്രധാന പ്രശ്നം
ഹമാസ് എന്ന് പറയുന്നത് അത് ഒക്ടോബർ 7 നടത്തിയത് അത് തീവ്രവാദ പ്രവർത്തനമല്ല എന്ന് പറയണം എന്നതാണ്. ഇത് പറയുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഹമാസ് ഫാക്ടർ എന്ന് പറയുന്നൊരു സംഗതി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അതായത് ഇവിടുത്തെ BJP കൈക്കൊണ്ടൊരു രീതി, എല്ലാ പാർട്ടികളും ഈ വിഷയം തുടങ്ങിയ അന്ന് മുതൽ ഹമാസ് അനുകൂല യാത്രകൾ അതല്ലെങ്കിൽ സമ്മേളനങ്ങൾ ഇതൊക്കെ നടത്തി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു, ഇതൊക്കെയാണ് നടത്തിയത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് BJP ഉടനെ ഇസ്രായേൽ വിരുദ്ധ അല്ലെങ്കിൽ ഇസ്രായേൽ അനുകൂല സമ്മേളനമായിട്ട് വരും എന്ന് വിചാരിച്ചു. അത് നമ്മൾ കണ്ടില്ല. ആരോ ഒരു ആൾ എന്തോ അനൗൺസ്മെൻറ്റ് നടത്തി, പക്ഷേ അത് ഫേക്ക് ആയിരുന്നു എന്നാണ് അറിയുന്നത്. എന്തായാലും അങ്ങനെ ഒരു സംഭവം. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? നമ്മൾ പറയുന്നത് വി ആർ വിത്ത് ദ പാലസ്തീനിയൻസ്, വി ആർ വിത്ത് ദ ഇന്നസെൻറ്റ് പീപ്പിൾ ബോത്ത് സൈഡ്സ്, ഇസ്രായേലിലെയും പാലസ്തീനിലെയും ഇന്നസെൻ്റ് ആയിട്ടുള്ള മനുഷ്യരോടൊപ്പമാണ്. പക്ഷേ വി ആർ എഗെയിൻസ്റ്റ് ഹമാസ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ വശം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പാലസ്തീൻ എന്ന് പറയുന്നത് ഹമാസ് ആയിട്ട് അവർ അങ്ങ് വരുത്തി തീർക്കുകയാണ്. എന്നിട്ട് പറയുന്നത് വി ആർ വിത്ത് ഹമാസ്, വി ആർ എഗെയിൻസ്റ്റ് ഇസ്രായേലീസ് എന്നാണ് പറയുന്നത്. അവിടെയാണ് ഇതിലെ തെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഡോക്ടർ ഇരുന്ന് പറയുന്നത് ഈ ഒക്ടോബർ 7 നടത്തിയ വിഷയങ്ങൾ അത് ഒരിക്കൽ പോലും തീവ്രവാദ പ്രവർത്തനമായിട്ട് പറയുന്നില്ല. അത് എ പഞ്ച് ഓൺ ദ നോസ് എന്ന് പറഞ്ഞ് അതിനെ വലിയ ഗ്ലോറിഫിക്കേഷൻസ് പടച്ചുവിടുകയാണ്. ഇതാണ് നമ്മൾ കാണുന്നത്. ഇത് ചോദ്യം ചെയ്യപ്പെടുന്നു. ഏതായാലും ഈ ഇൻ്റർവ്യൂവിൽ ഇദ്ദേഹം തുടർന്ന് നടത്തുന്ന ചില പ്രകടനങ്ങൾ ആണ് സത്യത്തിൽ ഇങ്ങേരുടെ കഞ്ഞികുടി മുട്ടിച്ചത്. അതും കൂടി ഒന്ന് കണ്ടേക്കാം. അത് ഈ സംഭാഷണം 10-20 മിനിറ്റ് നീളമുള്ളതാണ്. പക്ഷേ ഇതിലെ അവസാന ഭാഗം മാത്രം ഞാനൊന്ന് എടുക്കുകയാണ്. ഇത് കോപ്പിറൈറ്റ് എന്തെങ്കിലും വന്ന് അത് ചിലപ്പോൾ കട്ട് ചെയ്യേണ്ടി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊന്നും പറയാത്തത്. നിങ്ങൾ ജസ്റ്റ് കാണുക. ഇത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഈ സാധനം തന്നെ GP എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ഇനി അഥവാ റിമൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ കാണാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതിൽ അവസാന ഭാഗത്ത് UK-യിൽ ശരിയ വേണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സംഭാഷണത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഇവിടെ അദ്ദേഹം വഴിമുട്ടുന്ന കാഴ്ച നമുക്കൊന്ന് കാണേണ്ടത് തന്നെയാണ്. This last 2 months, one of the strangest things has been where people here have been looking at the people in Gaza and they've been going and looking and reading the Quran. And they've been looking at it. And I'd invite you and your audience to do that. Just to clarify. I would do that. And just they, clarify, and you they would like Sharia law here. And they are not convinced by these doctor. neocon Would you like Sharia law here? tropes and caricatures of Islam, are they? Actually, I don't think... People who... All I've done is ask you straightforward questions. Yeah. You've revealed your beliefs in the answers. No. Yeah, you have. You may not even realise what you've done, but you have. I believe in Islamic law, and I don't believe in the caricature that you try and present of Islam. Would you like Sharia law in this country? I would love to see you want Sharia law in this country. I don't want Sharia law in this country. Well, that's your wish. But you would. Yeah, but I would you? I believe it's the best system, but so I'm not working. Would you like it in this country? I'm not working. Yes or no? I believe in Islamic. Yes or no? The Islamic civilization yes or no? was the only civilization. You'd be very quick to answer everything else. Yes or no? The Islamic civilization was the only civilization that brought peace to the Middle East for Muslims, Jews, and Christians. I would love to see that system there. Wouldn't you like to see a system? Who pays your salary? Wouldn't you like to see a system pays your salary? Where Muslims, Jews, and Christians would live I don't side want by this side country in to the live Middle under East? Sharia law. It's not talking about this. I'm talking about the Middle East. No, but you suggested you wanted it to be under Sharia law here. You suggested. Do you or not? You well, do you or not? What's funny? What's funny is your approach to question. Why? Just answer the question. Because you know why it's funny. Yes or no? You either do or you don't, right? I ask a question, the answer is yes or no. Why can't you say yes or no? I believe in the Islamic system. Would you like Sharia law in this country? I would love... Yes or no? I would love to see you want... No, answer the question. Never mind what I want. What do you want? I want to see the Islamic system re-established. Would you like Sharia law in this country? Last time I'm going to ask you. If Sharia law... yes or no? If Sharia law means upholding family values, means looking after the poor... Means no gays, no feminists, i.e. women who get above themselves, that's your right? caricature. No, I know what Sharia law wants for women. Why do so many women become Muslim these days? Why do Because they want to be oppressed. Is that what you're going to tell me? No. Why do so many... Because they want to be oppressed? Women in the world become Muslim these days? You tell me. Well, you better ask them. Well, why don't you tell me what you think? They seem to find it something that attracts them, Islam. Really? Yeah. Okay. Many women in the West become Muslim. And for some reason, they seem to like the fact that Islam... Do you work with women doctors? Yes, I do. How do they feel about your views on this?
I keep a very strict professional line between my. Do they know my what your views are? politics. When they watch this, they're going to be surprised. Some of them will know, some of them will not Yeah. know. Some of them will know, some of them will not know. Okay. Doctor, thank you for coming in. I appreciate it. You've been enlightening with your responses. You may not realise quite how enlightening, but you might find out when you see the reaction. Yes. But I appreciate you coming in. Thank you. You're welcome. And that reaction was really horrific and enlightening. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ സംഭാഷണം ഇത് നടന്നന്ന് കുറേ ആളുകൾ അയച്ചു തന്നു ഇതിനൊന്ന് പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് കണ്ടെങ്കിലും നിങ്ങൾ ഈ സംഭാഷണം കണ്ടു, ഇതിൽ ഒറ്റ വ്യത്യാസമുള്ളൂ, ഇയാൾ ഇംഗ്ലീഷിൽ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഇദ്ദേഹം നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യുന്ന മദ്രസ പൊട്ടന്മാർ പറയുന്ന അതേ സാധനങ്ങൾ തന്നെയാണ് പുള്ളി പറയുന്നത്. ഒരു കൃത്യമായിട്ടൊരു ചോദ്യം ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയില്ല. എന്നോടൊക്കെ പണ്ട് എൻ്റെ കൂടെയുള്ള ആളുകൾ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്, നിനക്ക് ഇവിടെ ശരിയാ നിയമമാണോ വേണ്ടതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതേക്കുറിച്ചുള്ള സംഭാഷണം വരുമ്പോൾ ഇന്ത്യയിൽ നമുക്ക് ശരിയാ നിയമമാണ് വേണ്ടത്. യെസ്, ഐ വാണ്ട് ശരിയ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷേ ഒരു പബ്ലിക് ഡിബേറ്റിൽ വന്നിട്ട് അത് ചോദിക്കുമ്പോൾ താനൊരു ചാണക സംഖ്യയാണോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാണോ ഇവർ അതെന്തോ ഒരു മോശം കാര്യമാണെന്ന് തോന്നിയിട്ട് ഞാൻ സംഖ്യയൊന്നും അല്ല കേട്ടോ എന്ന് പറയുന്ന പോലെ ഇവിടെ ഇവർ പറയുന്നത് അത് പറയില്ല, ആ ചോദ്യം വേണ്ട, എനിക്ക് താങ്കൾ ഒരു ശരിയാ നിയമം വേണമെന്ന് പറയുന്ന ആളായിട്ട് മാറണം, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങനെ തെന്നി മാറുകയാണ് ഈ വെട്ടുകളികളെ പോലെ. ഇത് നമ്മളുടെ ഇവിടുത്തെ മദ്രസ പൊട്ടന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യമാണ്. അതുപോലെ പെണ്ണുങ്ങൾ എന്താണ് വെസ്റ്റിൽ, ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിന്നിട്ട് ഇവർ പറയും അങ്ങ് കണ്ടില്ല യൂറോപ്പിൽ മുസ്ലിം സ്ത്രീകൾ അമുസ്ലിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നു എന്ന് പറയും. അപ്പോൾ ഇത് വെസ്റ്റിലിരുന്നിട്ട് വീണ്ടും വെസ്റ്റ് എന്ന് പറയുമ്പോൾ കറങ്ങിത്തിരിഞ്ഞ് ഇന്ത്യയിൽ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവർ പറയുന്നത് കണ്ടില്ലേ ആളുകൾ വീണ്ടും ഇസ്ലാമിലേക്ക് വന്നു, ഇത് ഇവിടെ പറയുന്ന അതേ ഡയലോഗാണ്. ഞാൻ പറയാറുണ്ട്, ഇത് ഇസ്ലാമിൽ മാത്രമല്ല, ഈ കപടശാസ്ത്രങ്ങൾ ഇതുപോലെയുള്ള ബേസിസ് ഇല്ലാത്ത സാധനങ്ങളെല്ലാം അവർ അപ്പീൽ ടു നമ്പർ, അപ്പീൽ ടു പോപ്പുലേഷൻ, ഇത് വെച്ചിട്ടാണ് അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കാറ്. ഹോമിയോപ്പതിയുടെ ഉദാഹരണം ഞാൻ എപ്പോഴും പറയുന്നത്, എത്ര ആളുകളാണ് ഹോമിയോപ്പതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അലോപ്പതി ഡോക്ടർ ഹോമിയോപ്പതി ഡോക്ടറായിട്ട് മാറി, എന്നിട്ടും നീ എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നത്. ഇതന്നെയാണ് ഇവരും ചോദിക്കുന്നത്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ അപ്പീൽ ടു നമ്പർ, അപ്പീൽ ടു പോപ്പുലേഷൻ, ഇത് വെച്ചുകൊണ്ട് ഒരു കാര്യത്തെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല. ഇവിടെയും ഈ മദ്രസ പൊട്ടൻ അവസാനം ചെന്നെത്തുന്നത് അതിൽ തന്നെയാണ്. ആളുകൾ മതത്തിലേക്ക് വരുന്നത് കണ്ടില്ലേ, ഇത് ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടല്ലേ എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇസ്ലാമിനെ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് കൂട്ടം ആളുകളെ പറ്റിക്കാൻ കഴിയും. ഒന്ന് മുസ്ലിങ്ങളെ തന്നെയാണ്. കാരണം മുസ്ലിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഈ വെള്ളപൂശിയ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഈ ബാഹുബലി 1 മാത്രം നിങ്ങൾ കാണിക്കും. അത് കേട്ടിട്ട് ഇതെന്തോ നല്ല സാധനമാണെന്ന് വിചാരിച്ചിട്ട് മുസ്ലിങ്ങൾ ഇങ്ങനെ നടക്കും. ഇതാണ് ഒരു കൂട്ടം ആളുകൾ. രണ്ടാമത്തെ കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ, പ്രത്യേകിച്ച് വോക്കുകളെയാണ്. ഈ വോക്കുകളെ വളരെ എളുപ്പമാണ് പറ്റിക്കാൻ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇസ്ലാമിൻ്റെ ട്രാപ്പിൽ പെട്ടിട്ടുള്ള ഒരു നമ്പർ 1 ഇരകളാണ് ഈ വോക്കുകൾ എന്ന് പറയുന്നത്. അവർക്ക് ഇസ്ലാമിൻ്റെ ഒരു കാര്യം പോലും പറയാൻ കഴിയില്ല. കാരണം അത് പറഞ്ഞാൽ അവർക്ക് പല ബാഡ്ജിങ്ങുകൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവർ മിണ്ടാതിരിക്കുന്നു. അവർ റൈറ്റ് വിങ് അലൈനിങ് ആണെന്ന് പറയും. അവർ സംഖ്യയാണ് എന്ന് ആളുകൾ വിളിക്കും. ഇപ്പോൾ ഇന്ത്യയുടെ അകത്താണ് സംഖ്യ, ഇന്ത്യക്ക് വെളിയിലാണ് ഈ റേസിസ്റ്റായി മാറുമോ എന്നുള്ള പേടി. ഇങ്ങനെയൊക്കെ പേടിച്ചിട്ട് ഇതിനെക്കുറിച്ച് പറയാതിരിക്കുന്നു. ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ കാണുന്ന കാഴ്ചകൾ നമ്മളെ തിരിച്ച് ചിന്തിപ്പിക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഈ പറഞ്ഞ് വെക്കുന്നത്. ഇത് ഹിസ്ബുത്ത് തഹരീർ എന്ന് പറയുന്ന സംഘടനയുടെ ആത്യന്തികമായ ലക്ഷ്യം ഈ ശരിയ അവിടെ സ്ഥാപിക്കുക എന്നതായിട്ട് കൂടി അത് പച്ചയ്ക്ക് നേരിട്ട് മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ ബബ്ബ അടിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത്. അദ്ദേഹത്തിന് അത് പറയാൻ കഴിയുന്നില്ല എന്നത് എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? അതാണ് നമ്മളിതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് പറയുന്നത്. അത് ഈ ഡെമോക്രസിയിൽ ഈ മീഡിയയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതുപോലെയുള്ള ആളുകളെ മറ്റൊരു തരത്തിലും നമുക്ക് ഡിമോളിഷ് ചെയ്യാൻ കഴിയില്ല. ഈ തരം ആളുകളെ വേറൊരു രീതിയിലും നമുക്ക് എക്സ്പോസ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ ജനാധിപത്യ രീതിയിലുള്ള ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളിലൂടെ നമ്മളിവരെ പിച്ച് ചീന്തുകയാണ്, ഇവരെ നമ്മൾ പൊളിച്ച് കാണിക്കുകയാണ്, അവരുടെ കംപ്ലീറ്റ് ഐഡൻറ്റിറ്റി അവിടെ വെളിവാകുകയാണ് എന്ന്. ഇപ്പോൾ എന്താ സംഭവിച്ചത് ഇതിൽ ലാസ്റ്റ് പറയുന്നുണ്ട്, യു ക്യാൻ വാച്ച് ദ റിയാക്ഷൻസ് എന്നൊക്കെ പറയുന്നു. എന്താണ് അതിൻ്റെ റിയാക്ഷൻ? ഒന്നാമത്തെ റിയാക്ഷൻ ഇതാണ് ഇപ്പോൾ കണ്ടത്. അതായത് ഈ ഡിബേറ്റ് അവിടെ പബ്ലിഷ് ആയതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായി. കാരണം എന്താ, ഇത്ര നാളും നല്ലൊരു തക്കിയ മുഖമൂടി അണിഞ്ഞ് ഒരു മാന്യനായ ഒരു വ്യക്തിയായിട്ട് മിതഭാഷിയായിട്ട് മുഖത്തിങ്ങനെ നോക്കി ചിരിച്ച് പുഞ്ചിരിച്ചൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആൾ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ട് നടന്നിരുന്നത് ഇവിടെ ഒരു ശരിയ നിയമമാക്കണമെന്നാണ് എന്നുള്ളത്. അപ്പോൾ എന്താ ഈ ശരിയയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തിൻ്റെ അവസ്ഥ? ഞാൻ പറഞ്ഞു,
ലോകത്തെ ആളുകളെ മുഴുവൻ, മനുഷ്യരെ മുഴുവൻ രണ്ടായിട്ട് തിരിക്കും, വിശ്വാസി ആൻഡ് അവിശ്വാസി. വിശ്വാസി എന്ന് പറഞ്ഞാൽ മുസ്ലിം, അവിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുസ്ലിം അല്ലാതെയുള്ള ആളുകൾ. അതിൽ ഹിന്ദുക്കൾ പെടും, നമ്മളുടെ ക്രിസ്ത്യാനികൾ പെടും, ജൂതന്മാർ പെടും, എല്ലാം പെടും. ഇതിൽ തന്നെ ജൂതന്മാരും ക്രിസ്ത്യാനികളും വലിയ പ്രശ്നക്കാരാണ്. കാരണം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറയുന്ന ആ ആദ്യ സൂറത്തിലെ ആദ്യ വാചകങ്ങളിൽ തന്നെ പറഞ്ഞു വച്ചിരിക്കുന്നത് ഞങ്ങൾ നേരായ മാർഗത്തിൽ നടത്തണമേ, വഴിപിഴച്ചവരുടെയും ദുർമാർഗികളുടെയും മാർഗത്തിലല്ല എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഉദ്ദേശിക്കുന്നത് ഒന്ന് ക്രിസ്ത്യാനിയെയും ഒന്ന് ജൂതനെയുമാണ് എന്ന് വരുമ്പോഴാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യരെ ഇതുപോലെ രണ്ടായിട്ട് ഭാഗിക്കുന്നു, വിശ്വാസിയെന്നും അവിശ്വാസിയെന്നും. അതിൽ തന്നെ ക്രിസ്ത്യാനിയെയും ജൂതരെയും എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെ വലിയ മോശമായ രീതിയിൽ പറഞ്ഞു വെക്കുന്നു. അതിൽ തന്നെ ഇനി ജൂതനെ എടുത്തു പറഞ്ഞുകൊണ്ട് പറയുന്നത് ജൂതനെ വിശ്വസിക്കരുത്, ജൂതനിവിടെ അവസാനത്തെ ജൂതനും മരിച്ചു വീഴുന്നത് വരേക്കും ഇവിടെ ലോകാവസാനം പോലും ഉണ്ടാകില്ല എന്ന് പഠിപ്പിക്കുന്ന മതം. അതുകൂടാതെ അന്ത്യനാളിൽ ഒരു യുദ്ധമുണ്ടാകും, ആ സമയങ്ങളിൽ ജൂതൻ ഏതെങ്കിലും കല്ലിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുമ്പോൾ കല്ല് വിളിച്ച് പറയും എൻ്റെ പിന്നിലൊരു ഒരു ജൂതൻ ഒളിച്ചിരിപ്പുണ്ട് എന്ന് വിളിച്ച് പറയും എന്ന് പറയുന്ന ഹദീസ്. അതുപോലെ ഗർക്കത് മരം ജൂതനെ സംരക്ഷിക്കാൻ നോക്കുമെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞത് ഇന്നും അത് വിശ്വസിച്ച് അത് നട്ടു വളർത്തുന്നത് ഇതിനു വേണ്ടിയാണെന്ന് പറയുന്ന നമ്മളുടെ മരുഭൂമിയിലുള്ള കല്ലുകൾ മുഴുവൻ തല്ലിപ്പൊളിക്കാൻ വേണ്ടി നടക്കുന്ന കാഴ്ച ഇതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇന്നും അക്ഷരാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഇത് ഒരു വശം. ഇനി ഈ പറയുന്ന അവിശ്വാസിയും വിശ്വാസിയും ഇതിൽ തന്നെ സക്കാത്ത്, ജിസിയ, ഇതിൻ്റെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നുകിൽ ഈ അവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഇസ്ലാമിക ശരിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രാജ്യത്തിൽ ജീവിക്കണമെങ്കിൽ 3 ഓപ്ഷൻസാണ്. ഒന്നുകിൽ കൊല്ലപ്പെടുക, പിന്നെ വേറെ ഓപ്ഷനൊന്നും വേണ്ടല്ലോ. രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ മതം മാറുക. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജിസിയ കൊടുത്ത് അവിശ്വാസിയായിട്ട് തുടരുക. ഇതിൽ ജിസിയ കൊടുത്ത് തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു മാന്യമായ ഏർപ്പാടല്ല. അത് ആട്ടും തുപ്പും ഏറ്റുവാങ്ങിക്കൊണ്ട് നിന്ദ്യരാക്കപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു അടിച്ചമർത്തപ്പെട്ടവൻ്റെ ഒരു ചിന്തയോടുകൂടി ഇത്തരത്തിലുള്ളൊരു സബ്ഡ്യൂഡ് ആയിട്ടുള്ള ഒരാളെ പോലെ ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്ന ഒരവസ്ഥ, ജിസിയ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നാണക്കേട് അനുഭവപ്പെടണം എന്നാണ് ഖുർആനിൽ എഴുതി വച്ചിരിക്കുന്നത്. അതുകൂടാതെ ഈ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് ഓരോ മദ്രസ പൊട്ടൻ്റെയും മനസ്സിലൂടെ പോകുന്ന എന്താണ്? ഹായ് ഹായ് എൻ്റെ ഹൂറികൾ, ഹായ് ഒടിയാത്ത ലിംഗം, ഹായ് ഹായ്. ഇതാണ് ഓരോ മദ്രസ പൊട്ടൻ്റെ മനസ്സിലൂടെ പോകേണ്ടത് എന്ന് സക്കാത്ത് കൊടുക്കുമ്പോൾ മനസ്സിൽ വരണം എന്ന്, അല്ലെങ്കിൽ അതാണ് അവൻ്റെ ഉള്ളിൽ വരുന്നത് സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് വരണം എന്നാണ് ഇദ്ദേഹം ഇരുന്ന് പറഞ്ഞ് കൂയി വിളിച്ച് നടക്കുന്നത്, പച്ചയ്ക്ക് മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ ബബ്ബ അടിക്കുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്ന എന്താണ്? ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കൊടുമ്പിരിക്കൊള്ളും. എന്താണ് ശരിയ എന്ന ആളുകൾ അന്വേഷിക്കും. അന്വേഷിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഓരോ അളിഞ്ഞ കഥകളും, ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള ഇത്തരത്തിലുള്ള ഓരോ ചീഞ്ഞളിഞ്ഞ കുത്തഴിഞ്ഞ കഥകൾ ഇത് പുറത്തേക്ക് ചാടും. മുഹമ്മദ് ഒരു പീഡോഫീലിക് ആയിട്ടുള്ള ബാലപീഡകനായിരുന്നു എന്നതും, കൊള്ളക്കാരനായിരുന്നു എന്നതും, ബലാത്സംഗ വീരനായിരുന്നു എന്നതും, അതുപോലെയുള്ള ഓരോ വിഷയങ്ങളും ആളുകൾക്ക് തിരിച്ചറിയാനുള്ള ഹദീസുകളും മന്ത്രങ്ങളും ഒക്കെ പുറത്തേക്ക് വരും. ഇത് ഞാൻ പറയുമ്പോൾ എന്നെ തെറി വിളിക്കാൻ വന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ ചലഞ്ച് ചെയ്യുക, കമൻറ്റിൽ ചോദിക്കുക, മറുപടി തരാൻ ഇഷ്ടം പോലെ ആളുകൾ ഇന്ന് വെളിയിലുണ്ട്. എൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവരും ഇതൊന്നും മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. ഇനി ഒന്നും വേണ്ട, പിഡോഫീലിയ മുഹമ്മദ് എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഇഷ്ടംപോലെ വിക്കി ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിനുണ്ട്. എക്സ് മുസ്ലിംസ് ഓഫ് നോർത്ത് അമേരിക്കയാണ് നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അവിടെ കിട്ടും. ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പീഡോഫീലിയ പ്രൊഫറ്റ് അവസാനം വിക്കി ഇസ്ലാം എന്നൊന്ന് ചേർത്താൽ മതി. ആ വിക്കി ഇസ്ലാമിൽ ആ ആർട്ടിക്കിൾ നിങ്ങൾക്ക് വായിക്കാം. എക്സ് മുസ്ലിംസ് ഓഫ് നോർത്ത് അമേരിക്കയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ വാർത്തയിൽ ഇത് വായിച്ചു വന്നപ്പോൾ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ ഹഠാത് ആകർഷിച്ചു.